നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ അൾട്രാ വയലറ്റിൻ്റെ ഷോറൂമിലാണ്. അതിൻ്റെ പേര് ദ ഹാങ്ങർ എന്നാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാം ഒരു ഫ്ലൈറ്റ് റിലേറ്റഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ പേരും ഫ്ലൈറ്റ്, അതായത് ഒരു ഹാങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് പറയുന്നത്. അത്തരത്തിൽ ധാരാളം ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഹാങ്ങറിനെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങിലാണ് ഒരുപാട് സെലിബ്രിറ്റികളെ എക്സ്പെക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഷോറൂം എങ്ങനെയാണ്, എന്തൊക്കെ വെറൈറ്റികളാണ് ഇതിനകത്തുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ബാക്കി വിശേഷങ്ങളും വഴിയെ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ബാംഗ്ലൂരിൽ ഇപ്പം ഓപ്പൺ ആവുന്നത്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്ത്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം തന്നെ നമുക്കൊരു കവറെല്ലാം മൂടിയിട്ടുള്ള ഒരു F77 കാണാൻ കഴിയും എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ബാറ്ററി പാക്ക് ഇവിടെയാണ്, മോട്ടർ ഇവിടെയാണ് തുടങ്ങിയ കാഴ്ചകളൊക്കെ. പക്ഷേ അതെല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ബൈക്കിനിവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. 320mm ഡിസ്ക് ബ്രേക്കിന് നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നു, അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബാറ്ററി പാക്ക് വരുന്നത്. ശരിക്കും ഒരു ക്യാൻഡൊക്കെ പോലെ അല്ലേ, എനർജൈസ് എന്ന് പറയുന്ന ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. രണ്ട് തരത്തിലുള്ള ബാറ്ററി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മോട്ടറിൻ്റെ ഭാഗവും സസ്പെൻഷൻ്റെ ഭാഗവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത് ബാക്കിൽ നിന്ന് ശരിക്കും സാധാരണ ഒരു ബൈക്ക് കാണുന്ന സമയത്ത് നമുക്കിത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബാറ്ററി പാക്കും നമുക്ക് അവിടെ കാണാം. മറ്റ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ ഒരു സിങ്ങാമിൻ്റെ ഭാഗമൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, മറ്റേതിനകത്ത് ഇതിനകത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും പ്രധാന എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാങ്ങർ എന്നുള്ള പേരിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ 3 F77 ബൈക്കുകൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതൊരു വെറൈറ്റി ഫീൽ ശരിക്കും പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബൈക്ക് മൂടിയിട്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇത് ഡെലിവറി എടുക്കാൻ പോകുന്ന ആളും സർപ്രൈസറാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം. ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു ഇനാഗുറേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ പാർട്ടി പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, ഫുഡിൻ്റെ ഏരിയ, അതേപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മ്യൂസിക്കിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആയിരിക്കും പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ്സിന്, കസ്റ്റമേഴ്സിനായിട്ട് സംസാരിക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് ഉപയോഗിക്കുക. അതൊക്കെ ശരിക്കും രസമുണ്ടല്ലേ കാണാൻ, നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ Ultraviolette H01, എനിക്ക് തോന്നുന്നു Ultraviolette Hanger 01 എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജി കാണുന്നത് 01, അതായത് ഫസ്റ്റത്തെ ഷോറൂം. ഇനി അത് 02, 03, 04 തുടങ്ങിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറുണ്ട്. തേർഡ് ഫ്ലോർ എനിക്ക് തോന്നുന്നു കൂടുതൽ ഓഫീസ് സ്പേസുകളാണ് ക്രമീകരിച്ചത്. സെക്കൻഡ് ഫ്ലോറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഈ കോൺഫിഗറേഷൻ അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ കസ്റ്റമൈസേഷൻ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കുറച്ച് കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പാനിയേഴ്സും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചും കൂടി ഇതെല്ലാം ഒരു ബുള്ളറ്റ് സ്റ്റൈലിലല്ല, ഒരു വ്യോമയാന മേഖലയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനൊരു ആക്സസറീസ് ബോർഡും ഇവിടെ കാണാം. എയറോ ഡിസ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവർ ഗാർഡ് ഇവിടെ കാണാം. നമ്മളെ പാനിയേഴ്സിൻ്റെ സെപ്പറേറ്റ് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൽ ഗ്രിപ്പ്, സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ സെറ്റ്സിൻ്റെ ഒരു ഭാഗവും നമുക്കിവിടെ കാണാൻ കഴിയും. ആക്സസറീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഗെയിമിംഗ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വിർച്വൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ അത് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് സ്റ്റേഷനാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു റൈഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചറിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് ശരിക്കും ഒരു ഫ്ലൈറ്റിൻ്റെ സിമുലേറ്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ഷോറൂമിനകത്ത് ഉണ്ടായിരിക്കുമെന്നാണ് ഒരു വെറൈറ്റി കോൺസെപ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു ഇതൊരു ഫ്ലൈറ്റ് കോൺസെപ്റ്റിലാണ് പല കാര്യങ്ങളും. അപ്പോൾ ഇവരുടെ DNA ശരിക്കും ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഈ ബാംഗ്ലൂർ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കൂടി അനുഭവിച്ചിട്ട് പോകാം. നമ്മൾ ആദ്യം കാണിച്ച മൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബൈക്ക് ഇതാണ്, അതായത് അൾട്രാവയലറ്റിൻ്റെ ലിമിറ്റഡ് എഡിഷൻ 001. ഇത് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ദുൽഖർ സൽമാൻ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് സെലിബ്രിറ്റി എൻട്രി ഒക്കെ പ്രതീക്ഷിക്കുന്നതല്ല, ദുൽഖർ സൽമാൻ ആയിരുന്നു. അവസാന നിമിഷമായിട്ട് നമ്മളും അത് കൺഫേം ആക്കിയത്. വരുന്നു ഇവർ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്നു. ഒരുപാട് സമയം, എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറിലധികം ഈ ഹാങ്ങറിനകത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു.
ഒരുപാട് നേരം സംസാരിച്ചു. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 001 വരുന്നത് കേരളത്തിലേക്കാണ്, അതും നമ്മുടെ 369 ഗ്യാരേജിലേക്ക്. അതായത് ഇത് ദുൽഖർ സൽമാൻ്റെ വാഹനമാണ്, അദ്ദേഹമാണ് അൺവീൽ ചെയ്ത്, അദ്ദേഹം തന്നെ അത് കൊണ്ടുപോകും, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഡെലിവറി ഒക്കെ വരും. അപ്പോൾ ഇതാണ് ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ബൈക്ക്. ആസ്യൂഷ്വൽ നമ്മളൊക്കെ മറ്റ് പല വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുള്ള അദ്ദേഹം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനം ഇതാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അദ്ദേഹം തന്നെയാണ് അത് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി. അപ്പോൾ ഇതാണ് ഹാങ്ങറിൻ്റെ വിശേഷങ്ങൾ. ഇപ്പം ഈ ഒരു ദിവസം, അതായത് ഉദ്ഘാടന ദിവസത്തോടനുബന്ധിച്ച് ഇവിടെ ഏകദേശം 20ഓളം വാഹനത്തിൻ്റെ ഡെലിവറി കിട്ടും. അതാണ് ഇപ്പോൾ ഈ ഒരു ബാക്കിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടില്ല, നേരെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ഓണേഴ്സ് മലയാളികളുണ്ട്. നമ്മൾ ചില മലയാളികളൊക്കെ ഇവിടുന്ന് പരിചയപ്പെട്ടു, അവരും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളികൾ എല്ലാത്തവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേരളത്തിൻ്റെ റോഡുകളിലും ഒക്കെ അൾട്രാവയലറ്റ് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 369 ഗ്യാരേജിലും ഒരു അൾട്രാവയലറ്റ് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ അടുത്ത്, അതായത് 369 കാണുമെന്ന്. അപ്പോൾ ഷുവറായിട്ടൊന്നും അദ്ദേഹം അതിൻ്റെ അടുത്ത് റീപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അൾട്രാവയലറ്റിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ഷോറൂം, അതിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ കുഞ്ഞിക്കൻ്റെ ന്യൂ ബൈക്ക്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട്, ഇതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബൈക്ക്.